നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. ഇടുക്കി ഇരട്ടയാർ പഞ്ചായത്തിൽ കടുവ സാന്നിധ്യം. ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പ്. ഇടിഞ്ഞ മലയിൽ ക്യാമറ സ്ഥാപിക്കും. കുറ്റ്യാടി കനാലിന്റെ മണിയൂർ ശാഖയിൽ മണ്ണിട്ട ഭാഗം പൂർവ്വസ്ഥിതിയിൽ ആക്കിയില്ല. നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് കുടിവെള്ളം മുട്ടുമെന്ന് ആശങ്ക. കാസർഗോഡ് റെയിൽവേ വികസനം നടപ്പാക്കണമെന്ന് ആവശ്യം. DRMന് നിവേദനം. കൂടുതൽ മെമു സർവീസുകൾ വേണമെന്നും യാത്രക്കാർ. ഗുരുവായൂർ റെയിൽപാത മലബാർ പാതയുമായി ബന്ധിപ്പിക്കണമെന്ന് ദേവസ്വം. കാസർഗോഡ് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിനായി സാധ്യതാ പഠനം. പദ്ധതിക്കായി കണ്ടെത്തിയത് ചെറുവത്തൂരിലെ 21 ഏക്കർ ഭൂമി. കാസർഗോഡ് മെഡിക്കൽ കോളേജ് കെട്ടിട നിർമ്മാണം നിലച്ചു. കരാറുകാരന് കോടികളുടെ കുടിശ്ശികയായതോടെയാണ് നിർമ്മാണം അനിശ്ചിതത്വത്തിൽ ആയത്. ബദിയടുക്ക ഉക്കിനടുക്കയിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിട നിർമ്മാണമാണ് കോടികൾ കുടിശ്ശിക ആയതോടെ അനിശ്ചിതത്വത്തിലായത്. നിലവിൽ പ്രവൃത്തി ഏറ്റെടുത്ത കരാർ കമ്പനിക്ക് 8 കോടിയിലധികം രൂപയാണ് കുടിശ്ശികയുള്ളത്. ബാധ്യത പരിഹരിക്കാതെ ജോലികൾ തുടരാനാകില്ലെന്ന നിലപാടിലാണ് കരാർ കമ്പനി. കുടിശ്ശിക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കമ്പനി അധികൃതർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് കോടതി സർക്കാരിനോട് തുക കൈമാറാൻ നിർദ്ദേശിച്ചു. എന്നാൽ ഇതുവരെ തുക കൈമാറാത്ത സാഹചര്യത്തിലാണ് നിർമ്മാണ ജോലികൾ നിർത്തിവെച്ചത്. 2013 നവംബർ 30 അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ആശുപത്രി കെട്ടിടത്തിന് തറക്കല്ലിട്ടത്. 2018 നവംബർ 25 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കെട്ടിട സമുച്ചയത്തിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചത്. എന്നാൽ ഇതുവരെ മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സ തുടങ്ങിയിട്ടില്ല. ആശുപത്രി നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ആശുപത്രി പൂർണ്ണതോതിൽ സജ്ജമാകുമെന്നായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രസ്താവന. കൊട്ടിഘോഷിക്കപ്പെട്ട് 2013 തറക്കല്ലിട്ട മെഡിക്കൽ കോളേജ് ഇനിയും അത് പ്രാവർത്തികമാകാത്തത് അത് ജനങ്ങളോടുള്ള വെല്ലുവിളി. കരാറുകാരന് കൊടുക്കേണ്ട പണം കൊടുക്കാതെ ഇങ്ങനെ അനിശ്ചിതമായിട്ട് നിർമ്മാണം നീട്ടിക്കൊണ്ടുപോവുകയും മെഡിക്കൽ കോളേജും അതിനോടനുബന്ധിച്ചുള്ള ആശുപത്രിയും പൂർണ്ണ രീതിയിൽ പ്രവർത്തനം തുടങ്ങാത്തത് സ്വകാര്യ മെഡിക്കൽ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരടക്കം മികച്ച ചികിത്സ കിട്ടാതെ വലയുമ്പോൾ മെഡിക്കൽ കോളേജിനോട് സർക്കാർ കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരായ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. കാസർകോട്ടെ ആദ്യ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിനായുള്ള സാധ്യതാ പഠനം തുടങ്ങി. ചെറുവത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ 21 ഏക്കർ സ്ഥലം ഉന്നതതല സംഘം സന്ദർശിച്ചു. കാസർകോട് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് വേണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ചെറുവത്തൂർ, പീലിക്കോട് പഞ്ചായത്തുകളിൽപ്പെടുന്ന ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ പ്രവർത്തിക്കുന്ന 21 ഏക്കർ സ്ഥലം പരിഗണിക്കാമെന്ന നിർദ്ദേശവുമുണ്ടായി. തുടർന്ന് രാജഗോപാൽ MLA 2023-24 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റിൽ എഞ്ചിനീയറിംഗ് കോളേജിനായി പ്രപ്പോസൽ നൽകി. കഴിഞ്ഞ ബഡ്ജറ്റ് പ്രപ്പോസൽ എന്ന രീതിയിലേക്ക് ബഹുമാനപ്പെട്ട MLAയുടെ നിർദ്ദേശാനുസരണം തന്നെ ഒരു സാധ്യത എന്ന രീതിയിലേക്ക് ഒരു പരിശോധനാ ടീമാണ് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ടീം അംഗങ്ങൾ ഇന്ന് ഈ ചെറുവത്തൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 10 കോടി രൂപ ടോക്കൺ പ്രൊവിഷൻ നൽകി ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരമാണ് സാധ്യതാ പഠനം ആരംഭിച്ചത്. പ്രാഥമിക പഠനം നടത്താനായിട്ടാണ് ഇന്നിവിടെ THSൽ വന്നിരിക്കുന്നത്, ചെറുവത്തൂർ THSൽ വന്നിരിക്കുന്നത്. THSനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു കാസർഗോഡിന് ഒരു എഞ്ചിനീയറിംഗ് കോളേജ്, അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. നിലവിൽ ചെറുവത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ പ്രവർത്തിക്കുന്ന 21 ഏക്കർ സ്ഥലത്ത് കോളേജ് സ്ഥാപിക്കുന്നതിന്റെ സാധ്യതയാണ് പരിശോധിക്കുന്നത്. 8, 9, 10 ക്ലാസ്സുകളിൽ പഠിച്ചതിന് ശേഷം പോളിടെക്നിക്കിലേക്ക് അഡ്മിഷൻ നേരിട്ട് കിട്ടുകയോ അല്ലെങ്കിൽ +2 ശേഷം എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ എടുക്കുകയോ ചെയ്യാം. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് പോളിടെക്നിക്കിലേക്ക് അഡ്മിഷൻ എടുക്കുകയും ലാറ്ററൽ എൻട്രി വഴി വീണ്ടും എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് 2ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ എഞ്ചിനീയറിംഗ് കോളേജ് നമ്മുടെ ക്യാമ്പസിൽ വരുന്നതുകൊണ്ട് സാധ്യമാകുന്നത്. റിപ്പോർട്ട് സമർപ്പിക്കാനായി കണ്ണൂർ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ രജനി വിയോയെ ചുമതലപ്പെടുത്തിയിരുന്നു. എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങാൻ ഭൂഅളവ് തൃപ്തികരമാണെന്നും സാങ്കേതിക പാരിസ്ഥിതിക സാധ്യത അനുകൂലമാണെന്നും സംഘം അറിയിച്ചു. വിശദമായ റിപ്പോർട്ട് ഉടൻ സർക്കാരിന് സമർപ്പിക്കും. ന്യൂസ് 18 ചെറുവത്തൂർ.
കോഴിക്കോട് താമരശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ അനുമതി പ്രകാരം നിർമ്മിച്ച വീടിന് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് നമ്പർ നിഷേധിക്കുന്നതായി പരാതി. അണ്ടോണ സ്വദേശി റാമിസാണ് വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയത്. ഭൂമി ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കി RDO ഉത്തരവിട്ടെങ്കിലും പഞ്ചായത്ത് സെക്രട്ടറി ഇത് അംഗീകരിക്കുന്നില്ല എന്നാണ് പരാതി. താമരശ്ശേരി അണ്ടോണ പുലിക്കുന്നുമ്മൽ റാമിസ് 2014 വീട് നിർമ്മാണ അനുമതിക്കായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ നൽകിയത്. 2014 നവംബർ 19 അനുമതി ലഭിച്ചു. വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് സെക്രട്ടറിയും കൃഷി ഓഫീസറും അംഗമായ വയൽ കമ്മിറ്റി സ്ഥലം പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് വീട് നിർമ്മാണത്തിന് പഞ്ചായത്ത് അനുമതി നൽകിയത്. പ്രവാസിയായ റാമിസ് നിർമ്മാണം പൂർത്തിയാക്കി 2019 നമ്പറിനായി അപേക്ഷിച്ചെങ്കിലും നിരസിക്കപ്പെട്ടു. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിയാണെന്നായിരുന്നു വിശദീകരണം. എന്നാൽ ഇതേ സർവേ നമ്പറിൽ തൊട്ടടുത്തായി നിരവധി വീടുകൾക്ക് നമ്പർ നൽകുകയും ചെയ്തു. ഭൂമി ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കി RDO ഉത്തരവിട്ടെങ്കിലും ഇതും പഞ്ചായത്ത് സെക്രട്ടറി അംഗീകരിക്കുന്നില്ലെന്ന് റാമിസ് പറയുന്നു. താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും വില്ലേജ് ഓഫീസറും അതുപോലെ കൃഷി ഓഫീസറും കൂടി എൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം അവർ തന്ന റിപ്പോർട്ടാണ് ഇത്. നിങ്ങൾക്ക് അതിൽ വീട് വെക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് തന്ന സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് അവർ പെർമിഷൻ തന്നിട്ടുള്ളത്. അതിനുശേഷം ഞാൻ 4 വർഷം 2017 കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ കംപ്ലീഷൻ ചെയ്ത് നമ്പറിങ്ങിന് പോയപ്പം അന്നത്തെ പഞ്ചായത്ത് സെക്രട്ടറി ബഷീർ എന്ന് പറഞ്ഞ ആൾ എന്നോട് പറഞ്ഞു നമ്പർ തരാൻ നിർവാഹമില്ല, ഇത് ഡാറ്റാ ബാങ്കിൽപ്പെട്ട ഭൂമിയാണ്. പക്ഷേ ഈ സമയത്തൊന്നും അവർ ഞാൻ ഈ പെർമിഷന് പോയപ്പോൾ പ്ലാൻ കൊടുത്തപ്പം എൻ്റെ ആധാരത്തിൻ്റെ കോപ്പി കൊടുത്തപ്പോൾ ഒന്നും പറയാതെ എന്നെ കബളിപ്പിച്ച് 4.5 വർഷം എന്നെ കബളിപ്പിച്ചിട്ട് കൊണ്ടാണ് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് എനിക്ക് തന്നെ. ഞാൻ 10-70 ലക്ഷം റുപ്യ, ഞാൻ പ്രവാസിയാണ്, എനിക്ക് 10-70 ലക്ഷം റുപ്യ മുടക്കി ഞാൻ ഈ വീട് ഇവിടെ ഉണ്ടാക്കൂലായിരുന്നു. ഈ പെർമിഷൻ്റെ ഒറ്റ അടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ വീട് ഉണ്ടാക്കിയത്. പ്രശ്നപരിഹാരം തേടി വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരിക്കുകയാണ് റാമിസ്. ന്യൂസ് 18 താമരശ്ശേരി. കാസർഗോഡ് എത്തിയ റെയിൽവേ പാലക്കാട് ഡിവിഷൻ മാനേജർക്ക് മുന്നിൽ പരാതികളുടെ പ്രവാഹം. ജില്ലയിലെ റെയിൽവേ സ്റ്റേഷനുകളോട് കാണിക്കുന്ന അവഗണനയും യാത്രക്കാരുടെ പ്രയാസങ്ങളും പാസഞ്ചേഴ്സ് അസോസിയേഷനും യാത്രക്കാരും വിവരിച്ചു. ചുമതലയേറ്റ ശേഷം ആദ്യമായി കാസർഗോഡ് എത്തിയ പാലക്കാട് ഡിവിഷൻ മാനേജർ യശ്പാൽ സിംഗ് തോമറിനോടാണ് യാത്രക്കാരും വിവിധ സംഘടനകളും പരാതി അറിയിച്ചത്. പ്രധാന സ്റ്റേഷനായ കാസർഗോഡിനോടും മറ്റ് സ്റ്റേഷനുകളോടും കാട്ടുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നായിരുന്നു പ്രധാന ആവശ്യം. 24 മണിക്കൂറും പ്രവർത്തിക്കേണ്ട ഇൻഫർമേഷൻ സെന്റർ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. യാത്രക്കാർക്ക് ഇരിക്കാൻ ഇടമില്ല. പ്ലാറ്റ്ഫോമുകൾക്ക് മുഴുവൻ മേൽക്കൂര പണിയാത്തതും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഇടമില്ലാത്തതും വെയിറ്റിംഗ് റൂമുകളുടെ ശോച്യാവസ്ഥയും യാത്രക്കാർ വിവരിച്ചു. ജീവനക്കാരുടെ കുറവാണ് പ്രധാന കാരണമെന്നും ഇത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും DRM ഉറപ്പു നൽകി. Purpose is to develop. We have identified some of these stations to be developed in the Amrit Kal as Amrit Bharat stations. Okay, so those stations will have a all-round development. It will give improved facilities, improved passenger experience. And the facilities which are normally not seen on stations will be provided. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഡോർമെട്രിക്കായി കൂടുതൽ മുറികൾ അനുവദിക്കുക, സ്റ്റേഷനിൽ കൂടുതൽ ബെഞ്ചുകൾ അനുവദിക്കുക, കോഴിക്കോട് റൂട്ടിൽ കൂടുതൽ മെമു സർവീസുകൾ തുടങ്ങുക എന്നീ ആവശ്യങ്ങളും യാത്രക്കാർ ഉന്നയിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. ഗുരുവായൂർ റെയിൽപാത നീട്ടി മലബാർ പാതയുമായി ബന്ധിപ്പിക്കണം എന്ന ആവശ്യം ശക്തമായി. ദേവസ്വം ഗുരുവായൂരിൽ നിന്നും രാമേശ്വരം, മൂകാംബിക തുടങ്ങിയ ക്ഷേത്രങ്ങളിലേക്ക് ട്രെയിൻ സർവീസ് തുടങ്ങണമെന്നാണ് ആവശ്യപ്പെടുന്നത്. തൃശൂരിൽ നിന്ന് ഗുരുവായൂരിൽ അവസാനിക്കുന്ന റെയിൽപാത തിരുനാവായിലേക്കോ കുറ്റിപ്പുറത്തേക്കോ നീട്ടി ഷൊർണൂർ കോഴിക്കോട് പാതയുമായി ബന്ധിപ്പിക്കണമെന്നാണ് ആവശ്യം. കുറ്റിപ്പുറമായോ തിരുനാവായായോ ബന്ധിപ്പിച്ചാൽ തൃശൂരിൽ നിന്ന് വടക്കോട്ട് പോകുന്ന ട്രെയിനുകളുടെ ദൂരം കുറയ്ക്കാനാകും. കൂടാതെ കൂടുതൽ ക്ഷേത്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു ട്രെയിനും അനുവദിക്കണം. ഇത് ഭക്തർക്ക് കൂടുതൽ പ്രയോജനകരമാകുമെന്ന് ദേവസ്വം ചെയർമാൻ പറഞ്ഞു. തൃശൂരിൽ നിന്ന് ഗുരുവായൂരിൽ എത്തി നിൽക്കുന്ന റെയിൽവേ ലൈൻ തിരുനാവായി വരെ നീട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും തിരുപ്പതിയിൽ നിന്നായാലും അതുപോലെ മൂകാംബിയിൽ നിന്നായാലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റേത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്കാണെങ്കിലും നേരിട്ട് ഇവിടെ ഗുരുവായൂരിൽ തന്നെ വന്നിറങ്ങാനുള്ള അത് പരസ്പരം പുണ്യക്ഷേത്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽവേ ലൈനായിട്ട് മാറുകയും അത് ഒരുപാട് ഭക്തന്മാർക്ക് ഉപകാരപ്രദമാവുകയും ചെയ്യും. റെയിൽ വികസനത്തിനായി വടക്കോട്ടുള്ള പാതയിൽ തൃശൂർ ജില്ലയിൽ സ്ഥലം ഏറ്റെടുത്തിരുന്നു. എന്നാൽ മലപ്പുറം ജില്ലയിലേക്ക് കടന്നതോടെ പ്രതിഷേധം കനത്തു. ഇതോടെ സർക്കാർ പദ്ധതി അവസാനിപ്പിക്കുകയായിരുന്നു. ന്യൂസ് 18 ഗുരുവായൂർ.
കേന്ദ്ര സർക്കാർ റെയിൽവേ ഗേറ്റ് കീപ്പർ തസ്തികയിലേക്കുള്ള നിയമന കരാർവൽക്കരിക്കുന്നതിനെതിരെ ഡിവൈഎഫ്ഐ കായംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. KP റോഡിലെ റെയിൽ ഓവർ ബ്രിഡ്ജിന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം S. സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് R. രാജേഷ് അധ്യക്ഷത വഹിച്ചു. എറണാകുളം ജില്ലാ പഞ്ചായത്ത് നിർമ്മിക്കുന്ന കോട്ടപ്പടി വിരിപ്പുകാട്ടുചിറ പാറച്ചാറപ്പാറ റോഡ് നിർമ്മാണം ഉദ്ഘാടനം നടന്നു. 28 ലക്ഷം രൂപ വകയിരുത്തിയാണ് നിർമ്മാണം. ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം നിർമ്മാണം ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ഇരട്ടാർ പഞ്ചായത്തിലെ ഇടിഞ്ഞമലയിൽ കടുവയെ കണ്ടെത്തിയതായി നാട്ടുകാർ. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും പരിശോധന നടത്തി. 2 ദിവസങ്ങൾക്ക് മുമ്പ് സമീപത്ത് ഒരു വീട്ടിൽ നിന്നും കൂട്ടിലടച്ചിരുന്ന നായയെ കാണാതായി. ഇരട്ടയാർ പഞ്ചായത്തിലെ ഇടിഞ്ഞമലയിലാണ് കടുവയെ കണ്ടതായി പ്രദേശവാസികൾ പറയുന്നത്. ഞാൻ രാവിലെ ഒരു 4:45 വണ്ടിയെ പോകേണ്ടിയുണ്ട്. 4:45 എണീറ്റ് കഴിഞ്ഞ് പോത്തുവിൻ്റെ കൂട്ടി വരെ പോയി. കൂട്ടി പോയിട്ട് തിരിച്ചു വന്നപ്പം മേളത്തെ ഏലത്തിനകത്തുനിന്ന് എന്തോ ഒരു സാധനം ഇങ്ങനെ കരിയിലോട് കൂടി ഇറങ്ങി വരുന്ന ഒരു സൗണ്ട് കേട്ടു. അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല. പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം ഒരു കടുവ ഇറങ്ങി വരുന്നു. വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഞാനും പെട്ടെന്ന് പേടിച്ചു പോയി, അതും പേടിച്ചു പോയി. എൻ്റെ നേരെയാണ് വന്നപ്പോഴത്തേനും എൻ്റെ നേരെ എന്തോ ഒരു സൗണ്ട് കേൾപ്പിച്ചു. ഞാൻ അവിടെ കിടന്ന് കാറി. പെട്ടെന്ന് അവിടെ കിടന്നൊരു കമ്പെടുത്ത് ഞാൻ വീശിയപ്പോഴത്തേനും പതുക്കെ വീടിൻ്റെ മുന്നിൽ കൂടെ അങ്ങോട്ട് പതുക്കെ പോയി. ഞാൻ ഓടി വണ്ടിയിലും കയറി. സമീപവാസിയായ കലുങ്കുങ്കൽ സുകുമാരന്റെ പുരയിടത്തിൽ കടുവയുടേതിന് സമാനമായ കാൽപ്പാടുകളും കണ്ടെത്തി. കൂട്ടിൽ അടച്ചിരുന്ന സുകുമാരന്റെ നായയെ തിങ്കളാഴ്ച മുതൽ കാണാനില്ലായിരുന്നു. കട്ടപ്പന സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ PK സന്തോഷിന്റെ നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തി. പുരയുടേതെന്ന് സംശയിക്കുന്ന രീതിയിൽ ഒരു കാൽപ്പാട് കണ്ടു. പെട്ടെന്ന് കണ്ടപ്പോൾ 2 കൂട്ടരും പേടിച്ചു പോയതായിട്ടാണ് പറഞ്ഞത്. എന്തായാലും പിന്നെ അത് അവിടെ പരിസരവാസികളെല്ലാം കൂട്ടി ഞങ്ങൾ അവിടെ ഒരു പൊന്തക്കാടുണ്ടായിരുന്നു. അതിനകത്ത് അങ്ങനെ ഇരിപ്പുണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ പൊന്തക്കാടെല്ലാം കൂടി ഞങ്ങൾ നാട്ടുകാരും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം കൂടി ചേർന്നിട്ട് ഒന്ന് അരിച്ചു പെറുക്കി നോക്കി. അവിടെയും കണ്ടില്ല. പ്രദേശത്ത് കാൽപ്പാടുകൾ കണ്ട സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കുട്ടികളെ തനിച്ച് വീടിന് പുറത്തിറക്കരുതെന്നും ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇടിഞ്ഞമലയിൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോഓർഡിനേറ്റർ K. ബുൾബേന്ദർ എത്തി പരിശോധന നടത്തി. ഇതുപോലുള്ള അടയാളം, അതായത് റൗണ്ടിൽ വിരൽപ്പാടുകൾ പുലിയുടെയാണ് അല്പോളം നീണ്ടുവരും. ഇങ്ങനെയുള്ള തിക്കൻസ് ആയിട്ട് നല്ല റൗണ്ടിൽ വിരലുകൾ വരികയും ഏതാണ്ട് 5 ഇഞ്ചോളം വ്യാസത്തിൽ വരുന്ന കാൽപ്പാട് ഒരു കടുവയുടെ കാൽപ്പാടിന് സാമ്യമുള്ളതാണ്. പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കുവാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. ന്യൂസ് 18 ഇരട്ടയാർ. വയനാട് പൂതാടി പഞ്ചായത്തിലെ വനാതിർത്തി പ്രദേശത്തെ ജനങ്ങൾ ഭീതിയിലാണ്. ഒരാഴ്ചയായി ജനവാസ മേഖലയിൽ കരടിയുടെ സാന്നിധ്യം പതിവായതോടെയാണ് ആശങ്ക. കഴിഞ്ഞ ദിവസം ചെതലയടുത്ത് കരടി തേനെടുക്കാൻ പോയ യുവാവിനെ ആക്രമിച്ചിരുന്നു. പൂതാടി പഞ്ചായത്തിലെ കൂടല്ലൂർ, മണ്ണുണ്ടി, മൂടക്കൊല്ലി, പാപ്ലിശ്ശേരി, വാഗേരി മേഖലകളിൽ മാസങ്ങളായി ഭീതി വിതച്ചത് കടുവയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവരുടെ ഉറക്കം കെടുത്തുന്നത് കരടിയാണ്. ഒരാഴ്ചയായി മേഖലയിൽ കരടിയുടെ സാന്നിധ്യം പതിവാണ്. കഴിഞ്ഞ ദിവസം യുവാവിനെ കരടി ആക്രമിച്ചിരുന്നു. 2 ദിവസം മുൻപ് പാപ്ലശ്ശേരിയിൽ കർഷകന്റെ തേനീച്ചപ്പെട്ടികൾ കരടി തകർത്തിരുന്നു. വാഗേരി കൂടല്ലൂരിലെ ശുദ്ധജല വിതരണ പദ്ധതിയുടെ പമ്പ് ഹൌസിന്റെ അടിത്തറയും തകർത്തു. പമ്പ് ഹൌസ് ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. കൂടല്ലൂർ, മണ്ണുണ്ടി, മൂടകൊല്ലി പ്രദേശത്തെ 75ഓളം കുടുംബങ്ങൾ കുടിവെള്ളത്തിന് ആശ്രയിക്കുന്ന പദ്ധതിയാണ് ഇത്. രാവിലെ ഷാജി വെള്ളം അടിക്കാൻ വരുമ്പോഴാണ് കാണുന്നത്. അത് കൂടാതെ ഈ കഴിഞ്ഞ രാത്രി വന്ന് ഒന്നുകൂടെ പൊളിച്ചു. 2 പ്രാവശ്യമായിട്ടുണ്ട്. ഇനി പൊളിച്ചു കഴിഞ്ഞാൽ കെട്ടിടം ഇടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ 10-75 പേരുടെ വെള്ളം കൂടിയാണ് കൊണ്ടുവന്നത്. ആദിവാസി കോളനിയൊക്കെയാണ്, പാവപ്പെട്ട ആൾക്കാരാണ്. കൃത്യമായിട്ട് പൈസ വരെ തരാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ കരടി ഭീതി മാത്രമല്ല, പമ്പ് ഹൌസ് തകർന്ന് കുടിവെള്ളം മുട്ടുമോ എന്ന ആശങ്കയിൽ കൂടിയാണ് നാട്ടുകാർ. ന്യൂസ് 18 വയനാട്. കോഴിക്കോട് കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ മണിയൂർ ബ്രാഞ്ച് കനാലിൽ മണ്ണിട്ട നികത്തിയ ഭാഗത്ത് പൂർവ്വസ്ഥിതിയിൽ ആക്കിയിട്ടില്ല. കനാലിലെ മണ്ണ് നീക്കിയില്ലെങ്കിൽ കുടിവെള്ളം പോലും പ്രയാസത്തിലാകും. ജലസേചന വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. വടകര മണിയൂർ ബ്രാഞ്ച് കനാലിൽ നിന്നുള്ള ചെമ്മരത്തൂർ വിതരണ കനാലാണ് മണ്ണിട്ട് നികത്തിയത്.
മണ്ണിട്ടതിന് താഴെ ഇരുമ്പ് പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഒഴുക്ക് നിലച്ച നിലയിലാണ്. സ്വകാര്യ വ്യക്തിക്ക് മണ്ണു നീക്കം ചെയ്യാൻ ജലസേചന വകുപ്പ് നോട്ടീസ് നൽകിയിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇത് നീക്കം ചെയ്തിട്ടില്ല. വെള്ളം തുറന്നുവിടുമ്പോൾ വരൾച്ചയുള്ള സ്ഥലങ്ങളിൽ വെള്ളം എത്തില്ല. ജലസേചന വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അവരുടെ ഭാഗത്തുനിന്ന് എന്ന് പറഞ്ഞത് അത് മണ്ണ് കേസ് നിൽക്കുന്നുണ്ട്, നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ആവശ്യം എന്ന് വെച്ചാൽ അത് നിങ്ങൾ മുഴുവനായിട്ട് എടുത്തു മാറ്റണം എന്നുള്ളതല്ല. നമ്മുടെ ആവശ്യം വെള്ളം പോകാനുള്ള ഒരു സാഹചര്യം അവിടെ ഇറിഗേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ്. ഈ ചെമ്മരത്തൂർ ഭാഗത്ത് വെച്ചാൽ കുടിവെള്ളം രൂക്ഷമായി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ്. അവിടെയുള്ള ആളുകൾക്ക് കിണറിലൊക്കെ വെള്ളം പറ്റിയിരിക്കുകയാണ്. അവരുടെ ആവശ്യം എന്ന് വെച്ചാൽ എങ്ങനെയും വെള്ളം എത്തിക്കുക. ഈ പ്രശ്നങ്ങൾ ഈ ഇപ്പോൾ മണ്ണിട്ട് നിൽക്കുന്നത് കേസും കാര്യങ്ങളൊക്കെ ആയി നിൽക്കുന്നത് കൊണ്ട് അത് അതിൻ്റെ വഴിക്ക് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ നോക്കിക്കോട്ടെ. പക്ഷേ എങ്കിലും ആ വെള്ളം എത്താനുള്ള ഒരു ചെറിയൊരു വർക്കേ അവിടെ നടത്തേണ്ടതുള്ളൂ. 4.5 കിലോമീറ്റർ ദൂരം വരുന്ന കനാലാണിത്. ഇത്രയും ദൂരത്തിൽ കനാൽ വെള്ളം കിട്ടിയില്ലെങ്കിൽ 100 കണക്കിന് കുടുംബങ്ങൾ പ്രതിസന്ധിയിലാകും. ന്യൂസ് 18 കുറ്റ്യാടി. ആലപ്പുഴ കൃഷ്ണപുരം പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനശ്രീ മിഷൻ കൃഷ്ണപുരം മണ്ഡലം സഭയുടെ ആഭിമുഖ്യത്തിൽ കായംകുളം വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധരണ നടത്തി. ജില്ലാ ചെയർമാൻ കെ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ചെയർമാൻ ഹുസൈൻ പറങ്ങാമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. നാട്ടുവർത്തമാനം തുടരുന്നു. മലപ്പുറം ജില്ലയിലെ പ്രവാസി സംരംഭകർക്കായി നോർക്ക റൂട്ട്സും കേരള ബാങ്കും സംയുക്തമായി ലോൺ മേള സംഘടിപ്പിച്ചു. ലോൺ മേള നോർക്ക റൂട്ട്സ് പ്രസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തിരിച്ചെത്തിയ പ്രവാസികളുടെ പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പാക്കുന്ന നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രോജക്ട് ഫോർ റിട്ടേൺ എമിഗ്രൻസ് പദ്ധതി പ്രകാരമാണ് മേള. ചടങ്ങിൽ മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി, നോർക്ക റൂട്ട് സിഇഒ കെ ഹരികൃഷ്ണൻ നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ കല്ലിക്കണ്ടി NAM കോളേജ് യൂണിയൻ നേതൃത്വത്തിൽ കോളേജ് ഡേ സംഘടിപ്പിച്ചു. കോളേജ് കമ്മിറ്റി വൈസ് ചെയർമാനും സഫാരി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറുമായ കെ സൈനുൽ അബിദീൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ചെയർമാൻ അഫ്രുദ്ദീൻ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ ഡോക്ടർ ടി മജീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് കലാപരിപാടികളും വിവിധ അവാർഡ് വിതരണവും നടന്നു. കടത്തനാട്ടിലെ വോളിബോൾ പാരമ്പര്യത്തെ തിരിച്ചെത്തിക്കുകയാണ് ക്ലബ്ബുകളും വോളിബോൾ പ്രേമികളും. കോഴിക്കോട് വടകരയിലെ ചെറു ഗ്രൗണ്ടുകളിൽ പോലും വോളിബോൾ ടൂർണമെന്റുകൾ സജീവമാവുകയാണ്. പഴയതുപോലെ കാണികളുടെ ഒഴുക്കില്ലെങ്കിലും പുതിയ കളിക്കാർക്ക് അവസരങ്ങളുടെ കാലമാണ്. കടത്തനാട്ടിൽ കളരിയാവേശം പോലെ പ്രസിദ്ധമാണ് വോളിബോളും. കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിൽ വോളിബോൾ ടൂർണമെന്റുകൾ ഒരു കാലത്ത് പതിവായിരുന്നു. മികച്ച കളിക്കാരെ സൃഷ്ടിച്ച ഇടങ്ങളായിരുന്നു ഇവ. അടുത്ത കാലത്താണ് വോളിബോൾ മത്സരങ്ങൾ കുറഞ്ഞത്. കോവിഡ് കാലത്ത് പൂർണ്ണമായി അവസാനിച്ചുപോയ കളിയാവേശം തിരികെ എത്തുകയാണ് ഇപ്പോൾ. നിരവധി ടൂർണമെന്റുകളാണ് വിവിധയിടങ്ങളിലായി നടക്കുന്നത്. വടകര കീഴലിൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പുകൾ നടത്താറുള്ള പ്രിയദർശിനി ഇത്തവണ പുരുഷ വനിതാ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടത്തുന്നത്. കടത്തനാട് എന്നും വോളിബോളിൻ്റെ ഒരു ഈറ്റില്ലമാണ്. പ്രത്യേകിച്ച് കീഴലിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി വോളിബോൾ കളിക്കാർക്ക് ജന്മം നൽകിയ, ഒട്ടനവധി കളിക്കാരെ വളർത്തിയെടുത്ത ഒരു പ്രദേശമാണ് കീഴൽ പ്രദേശം. ആ കീഴൽ പ്രദേശത്ത് പ്രിയദർശിനി ഒരുപാട് വോളിബോൾ ടൂർണമെൻറ്റിൽ മത്സരിച്ചുകൊണ്ട് PKS കീഴൽ എന്ന രീതിയിൽ ഒട്ടനവധി ട്രോഫികൾ നേടാൻ പ്രിയദർശിനി കീഴലിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ്, ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ടൂർണമെൻറ്റുമായിട്ട് പ്രിയദർശിനി കീഴൽ മുന്നോട്ട് വന്നിട്ടുള്ളത്. യുവ കളിക്കാർക്ക് പ്രാധാന്യം നൽകുന്നതാണ് ടൂർണമെന്റുകൾ. ഇതുവഴി പ്രതിഭകളെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. ന്യൂസ് 18 വടകര. തിരുവനന്തപുരം മലയൻകീഴ് ശ്രീ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് ഉത്സവത്തിന്റെ ഭാഗമായി 18-ന് ജില്ലാ കലക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. മലയൻകീഴ്, വിളവൂർക്കൽ, മാറനല്ലൂർ, വിളപ്പിൽ ഗ്രാമപഞ്ചായത്തുകളിലാണ് പ്രാദേശിക അവധി. ഇവിടുത്തെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. എന്നാൽ പൊതുപരീക്ഷകൾക്ക് മാറ്റം ഉണ്ടാകില്ല. ഇനി അറിയിപ്പ് നോക്കാം. പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഇന്ന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കായി മീൻ, ചക്ക, മാങ്ങ തുടങ്ങിയവയുടെ മൂല്യവർദ്ധിത സംസ്കരണ രീതിയെക്കുറിച്ച് പരിശീലനം സംഘടിപ്പിക്കുന്നു. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. പട്ടാമ്പിയിൽ പ്രവർത്തിക്കുന്ന പാലക്കാട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ആൺ ആടുകൾ വിൽപ്പനയ്ക്ക്. താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.
മൃഗസംരക്ഷണ മേഖലയിൽ ഫാമുകൾ തുടങ്ങാൻ താൽപ്പര്യമുള്ളവർക്കായി ഏകദിന പരിശീലനം സംഘടിപ്പിക്കുന്നു. കൊട്ടിയം മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ നാളെ രാവിലെ 10 മണിക്കാണ് പരിശീലനം. പരിപാടിയിൽ പങ്കെടുക്കാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പേരുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാല ഈ പഠന കേന്ദ്രം തേനീച്ച വളർത്തൽ ഓൺലൈൻ പരിശീലന പരിപാടി നടത്തുന്നു. പുതിയ ബാച്ച് 2023 മാർച്ച് 20 തുടങ്ങും. കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ ക്ലാസുകൾ നയിക്കും. കോഴ്സിൽ ചേരാൻ ഈ മാസം 19-നകം രജിസ്റ്റർ ചെയ്യണം. 20 ദിവസമാണ് ദൈർഘ്യം. മലയാളത്തിലാണ് പരിശീലനം. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ 25 മെട്രിക് ടൺ വരെ ഉള്ളി ശേഖരിച്ചു വയ്ക്കാൻ ഒനിയൻ സ്റ്റോറേജ് സ്ട്രക്ചർ നിർമ്മിക്കാൻ ധനസഹായം നൽകുന്നു. യൂണിറ്റ് 1-ന് ചിലവിൻ്റെ 50%, പരമാവധി 87,500 രൂപ ധനസഹായം നൽകും. കർഷക കൂട്ടായ്മകൾ, സംരംഭകർ, കച്ചവടക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ, കേരള, യൂണിവേഴ്സിറ്റി PO, പാളയം, തിരുവനന്തപുരം എന്ന മേൽവിലാസത്തിലോ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടാം. G20 ഉച്ചകോടി സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ഉദ്യോഗസ്ഥ തല സമ്മേളനത്തിന് തകൃതിയായി ഒരുങ്ങുകയാണ് കുമരകം. കുമരകത്തെ റോഡുകൾ മുതൽ കായലോരങ്ങൾ വരെ വൃത്തിയാക്കുന്ന തിരക്കിലാണ് അധികൃതർ. സമ്മേളനം എത്തുന്നതോടെ നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ പെട്ടെന്ന് എത്തിയതിന്റെ സന്തോഷത്തിലാണ് കുമരകം നിവാസികൾ. മാർച്ച് 30 മുതൽ ഏപ്രിൽ 2 വരെ കുമരകത്തെ KTDC വാട്ടർസ്കേപ്പിലാണ് സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിനായുള്ള ഓഡിറ്റോറിയം മുതൽ പ്രതിനിധികൾക്ക് താമസിക്കാനുള്ള റിസോർട്ടുകൾ വരെ അവസാനവട്ട ഒരുക്കത്തിലാണ്. റോഡും തോടും എല്ലാം കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നവീകരിക്കുകയാണ്. നല്ല നേട്ടങ്ങളല്ലേ വരുന്നത്. വഴിയെല്ലാം നന്നായി, മരങ്ങളെല്ലാം റോഡിലോട്ടുള്ള മരങ്ങളെല്ലാം മുറിച്ച് എല്ലാം കൊണ്ട് നല്ല ഇതാണ്. ഇതുപോലെ G20 ഇപ്പോൾ വരുന്നെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ നാട് മുഴുവനും ഇതുപോലെ റോഡും പാലത്തിൻ്റെ ഇതെല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. മരങ്ങളുടെ കമ്പുകളെല്ലാം ഇറക്കി കറണ്ട് പോകാതെ ഉള്ള സംവിധാനം ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ 5 കൊല്ലം കൂടുമ്പോൾ G20 കുമരകത്ത് വരണമെന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. ഇതുവരെ പൊട്ടിപ്പൊളിഞ്ഞു കിടന്ന പല റോഡുകൾക്കും ശാപമോക്ഷമാകും. 10 കോടി രൂപ ചെലവിലാണ് റോഡുകളുടെ നവീകരണം. റോഡരികിലെ കാടുവെട്ടൽ, സീബ്ര ലൈൻ പുതുക്കി വരയ്ക്കൽ, പുതിയ ദിശാബോർഡുകൾ സ്ഥാപിക്കൽ, കുഴിയടയ്ക്കൽ എന്നിവയെല്ലാം വേഗത്തിൽ പുരോഗമിക്കുകയാണ്. തണ്ണീർമുക്കം ബണ്ട് മുതൽ ഇല്ലിക്കൽ വരെയാണ് നവീകരണം. പോളമൂടിയ തോടുകളിൽ നിന്ന് അവ നീക്കം ചെയ്തു തുടങ്ങി. ലോക ടൂറിസം ഭൂപടത്തിൽ സ്ഥാനം നേടിയിട്ടും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം കുമരകത്തിന് കടുത്ത വെല്ലുവിളിയായിരുന്നു. ന്യൂസ് 18 കോട്ടയം. ഭർത്താവിന്റെ ക്രൂര പീഡനത്തിനെതിരെ പരാതിയുമായി കൊച്ചിയിലെ ഒരു വീട്ടമ്മ. BSNL-ലെ മുൻ ഉദ്യോഗസ്ഥയായ മോളി ജോർജാണ് പരാതിയുമായി രംഗത്തെത്തിയത്. കുക്കർ ഉപയോഗിച്ച് ഭർത്താവ് ജോസ് മോഹൻ തല അടിച്ചു പൊട്ടിച്ചു. ഇവരുടെ പരാതിയിൽ ഭർത്താവിനെതിരെ എറണാകുളം സൗത്ത് പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആക്രമണത്തിന് ഇരകളാകുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്നാണ്. അതിൻ്റെ പ്രധാന തെളിവാണ് എനിക്കൊപ്പമുള്ള എറണാകുളം സ്വദേശിനിയും മുൻ BSNL ഉദ്യോഗസ്ഥയുമായ ശ്രീമതി മോളി ജോർജ്. ഞാൻ വളരെ വൈകി കൊച്ചിയിലേക്ക് പോയി. അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത ശേഷം തിരിച്ചു വന്നപ്പോൾ ഇത്തിരി ലേറ്റായി. അപ്പോൾ ലേറ്റായി എന്നുള്ളൊരു ഒറ്റൊരു കാരണമാണ് സമയം വൈകി വന്നു എന്നുള്ള ദേഷ്യത്തിൽ എന്നെ വളരെയധികം ഇങ്ങനെ വഴക്കെല്ലാം പറഞ്ഞിട്ട് ഒരു വലിയ കുക്കർ എടുത്ത് എൻ്റെ തലയിലേക്ക് അടിക്കുകയാണ് ചെയ്തത്. വിവാഹം കഴിഞ്ഞ് 10-ാം ദിവസം മുതൽ മോളി ജോർജിനെ ഭർത്താവ് ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു. നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഭർത്താവ് ജോസ് മോഹൻ തല്ലിച്ചതയ്ക്കും. BSNL-ലെ ഉദ്യോഗസ്ഥയായിരുന്ന മോളിയുടെ ശമ്പളവും ATM കാർഡുമെല്ലാം ഇയാളാണ് കൈകാര്യം ചെയ്തിരുന്നത്. പോലെ ക്രൂരമായി ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. വളരെയധികം എന്റെ കഴുത്തിലൊക്കെ ഞെക്കി എന്നെ ചവിട്ടി ഇങ്ങനെ കൊല്ലാനൊക്കെ പോയിട്ടുണ്ട്. മക്കളെ ഓർത്താണ് എല്ലാം ഉള്ളിലൊതുക്കി സഹിച്ച് ജീവിച്ചതെന്ന് മോളി തുറന്നു പറയുന്നു. എന്റെ കുട്ടികളെ പിച്ചി പറിക്കണ്ടെന്ന് ഓർത്ത് മാത്രമാണ് ഞാൻ ഇത് സഹിച്ചത്. 58-ാം വയസ്സിലും ആക്രമണം തുടർന്നതോടെയാണ് മോളി ഇപ്പോൾ പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. ഭർത്താവിനെതിരെ എറണാകുളം സൗത്ത് പോലീസ് വധശ്രമത്തിന് കേസെടുത്തെങ്കിലും ഇയാൾ ഒളിവിലാണ്. ക്യാമറമാൻ SA നിതിനൊപ്പം ടോം കുര്യാക്കോസ്, ന്യൂസ് 18 കൊച്ചി. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നന്ദി.